ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, Kerala's #1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISSNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. Hello everyone, this is Abhirami. Welcome to UG+. So ഇന്ന് നമ്മളൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. TISSNET 2023 ടാർഗറ്റ് TISSNET 2023 എന്നുള്ള ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സീരീസിൽ നമ്മൾ TISSNET 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ TISSNET 2023 ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TISSNET-നായിട്ട് 2023ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ TISSNET 2022ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ് ആവാതെ കാണുക. ആൻഡ് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്പോട്ട് ദി എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹി ഹാസ് വൺ മോർ മെഡൽസ് ദാൻ ദം, നോ എറർ. മോർ മെഡൽസ് ദാൻ, നോ എറർ, ഹാസ് വൺ ദം. ഏതാണ് ഇതിനകത്ത് എറർ വരുന്ന ഭാഗം എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹാസ് വൺ മോർ മെഡൽസ് ദാൻ ദം ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഹി ഹാസ് വൺ മോർ മെഡൽസ് ദാൻ എന്ന് പറഞ്ഞിട്ട് ഹീയുടെ കൂടെ നമ്മൾ ഒരിക്കലും ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് സാധനം യൂസ് ചെയ്യത്തില്ല. പകരം എന്താണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ദേ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീ വെച്ചിട്ടുള്ളത് തന്നെ ആ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കേസ് തന്നെ ലാസ്റ്റ് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ ദേ ആണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. ആൻഡ് ദെയർഫോർ ഓപ്ഷൻ ഡി ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റോങ് ഫ്രേസ്, റോങ് യൂസേജ്. ആൻഡ് അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഹി ഹാസ് വൺ മോർ മെഡൽസ് ദാൻ ദേ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ആൻസർ നമ്മുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks to complete the sentence. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹൊറിഡ് ടേസ്റ്റിംഗ് മെഡിസിൻ ക്യൂർഡ് ദ ബോയ് ഡാഷ് ഹിസ് അനോയിങ് ഹാബിറ്റ് ഡാഷ് ബൈറ്റിംഗ് ഹിസ് നെയിൽസ്. ഫ്രം, ഓഫ്, ഫോർ, ഓഫ്, ത്രൂ, ഫോർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഗ്രമാറ്റിക്കൽ കാറ്റഗറി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസിലുള്ളതെല്ലാം ക്വസ്റ്റ്യനകത്ത് ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഗ്രമാറ്റിക്കൽ റൂൾസും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ദ ഹൊറിഡ് ടേസ്റ്റിംഗ് മെഡിസിൻ ക്യൂർഡ് ദ ബോയ് from his annoying habit of biting his nails, of his annoying habit of biting his nails, for his annoying habit of biting his nails, through his annoying habit of for biting his nails. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ സിയും ഡിയും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷെ എയും ബിയിലും ഒരു കൺഫ്യൂഷൻ വരും. ഫ്രം ഹിസ് അനോയിങ് ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹിസ് നെയിൽസ് ആണോ, ഓഫ് ഹിസ് അനോയിങ് ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹിസ് നെയിൽസ് ആണോ എന്നൊരു സംശയം വരും. പക്ഷെ ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഓഫ് വേണം ഇവിടെ ഉപയോഗിക്കാൻ. ഓഫ് ഷോസ് പൊസസീവ്നെസ് ടു ദ ബോയ്. ബോയ്ഡേതെന്ന് നമുക്ക് തോന്നണം. ആ ഒരു പൊസസീവ്നെസ് കാണിക്കുന്നത് ഓഫ് ആണ്. അതുകൊണ്ട് ഓഫ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോട്ട് ദി എറർ. അഗെയിൻ ഒരു സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് സെന്റൻസ് അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ ടേൺ വാസ് എ ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് മെനി ആക്സിഡൻസ് അക്കേർഡ് there. The turn was a blind spot and many accidents occurred there, no error. Many accidents occurred there. The turn was, no error, a blind spot. ഇതിൽ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ഇത് സിന്റാക്ടിക്കലി ആണെങ്കിലും ഗ്രാമാറ്റിക്കലി ആണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നോ എറർ ആണ്. നോ എറർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks to complete the sentence. സെന്റൻസ് കംപ്ലീഷൻ ആണ്. ആൻഡ് ഇത് കോണ്ടെക്സ്റ്റുവൽ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് ക്ലൈമറ്റ് പാറ്റേൺസ്.
Climate change is a long-term shift in dash and dash climate patterns. Global, regional, time, space, land, water, temporary, permanent. സോ ഇത് നമുക്ക് ഓരോന്നെടുത്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ഗ്ലോബൽ ആൻഡ് റീജിയണൽ ക്ലൈമറ്റ് പാറ്റേൺസ്, ടൈം ആൻഡ് സ്പേസ് ക്ലൈമറ്റ് പാറ്റേൺസ്, ലാൻഡ് ആൻഡ് വാട്ടർ ക്ലൈമറ്റ് പാറ്റേൺസ്, ടെമ്പററി ആൻഡ് പെർമനന്റ് ക്ലൈമറ്റ് പാറ്റേൺസ്. അപ്പൊ ഇതിൽ ബിയും സിയും അല്ല എന്ന് ഉറപ്പിക്കാം. ഡി ഒരു ചെറിയ ഡൗട്ടേ ഉള്ളൂ, പക്ഷെ ഡി അല്ല. ശരിക്കും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Climate change is a long-term shift in global and regional climate patterns. Okay, moving on to the next question. There was no way that the company could take them for dash and cheat them of their dues. There was no way that the company could take them for dash and cheat them of their dues. Naivety, being foolish, granted a right. ഓക്കെ, സോ ഇതിനകത്ത് കോണ്ടെക്സ്റ്റുവൽ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഗ്രാൻറ്റഡും റൈഡും അല്ല. ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളൊന്ന് സെന്റൻസ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ദർ വാസ് നോ വേ ദാറ്റ് ദ കമ്പനി കുഡ് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ് വരില്ല. സോ സിയും ഡിയും അല്ല, റൈഡും അല്ല. ബീങ് ഫൂളിഷ് ആണോ നെയ്വിറ്റി ആണോ? Take them for naivety, കാരണം അവർ ഇന്നോസെന്റ് ആയിരുന്നു. naivety and cheat them of their dues ആണ് correct answer. Okay, so option A is the right answer. Then next question, he will pass dash his old school on his way to play dash his new football team. He will pass dash his old school on his way to play dash his new football team. Through, for, by, with, from, for, from, with. നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം ഓരോന്നിനകത്ത്. വിൽ പാസ് ത്രൂ ഹിസ് ഓൾഡ് സ്കൂൾ ഓൺ ഹിസ് വേ ടു പ്ലേ ഫോർ ഹിസ് ന്യൂ ഫുട്ബോൾ ടീം. പാസ് ബൈ ഹിസ് ഓൾഡ് സ്കൂൾ ഓൺ ഹിസ് വേ ടു പ്ലേ വിത്ത് ഹിസ് ന്യൂ ഫുട്ബോൾ ടീം. പാസ് ഫ്രം ഹിസ് old school on his way to play for his new football team. Pass from his old school on his way to play with his new football team. So നമുക്കറിയാം സിയും ഡിയും അല്ല എന്നുള്ളത്, കാരണം ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് ത്രൂ ഫോർ ആണോ ബൈ വിത്ത് ആണോ? ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് പാസിന്റെ കൂടെ എപ്പോഴും ബൈ ആണ് വരുന്നത് ആൻഡ് പ്ലേ വിത്ത് ആണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് അത് മാത്രമേ ഇതിന്റെ കൂടെ grammatically correct ആയിട്ട് യോജിച്ചു പോകത്തുള്ളൂ. So that is why option B is the right answer. Okay, then next question, which of the following indicates that the sole activity they enjoyed was running? അപ്പോൾ the sole activity അവർ എൻജോയ് ചെയ്തത് റണ്ണിങ് ആണെന്ന് മീൻ ചെയ്യുന്ന സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. They only liked running, only they liked running, they singularly liked running, they liked only running. അപ്പൊ സോൾലി എൻജോയ്ഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദേ ലൈക്ഡ് ഓൺലി റണ്ണിങ്. ദേ ലൈക്ഡ് ഓൺലി റണ്ണിങ്. ദേ ഓൺലി ലൈക്ഡ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റണ്ണിങ് മാത്രമാണ് ഇഷ്ടം എന്നാണ്. ലൈക്ക് ദേ ഓൺലി, അതായത് അവർക്ക് മാത്രം റണ്ണിങ് ഇഷ്ടം എന്നുള്ളതാണ്. ദേ ഓൺലി ലൈക്ഡ് റണ്ണിങ് എന്നുള്ളത്. പിന്നെ ഓൺലി ദേയും ഏകദേശം അതുപോലത്തെ മീനിങ് ആണ്. ദേ സിംഗുലർലി ലൈക്ഡ് വരില്ല. പിന്നെ ദേ ലൈക്ഡ് ഓൺലി റണ്ണിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Read the following information and answer the question based on it. ശ്രദ്ധിച്ചു question കേൾക്കുക. A baby has 8 stuffed animals and has placed them into groups of 2 or 3. He has separated the monkey, the llama and the dog into different piles. The first pile includes a lion and a mouse. The elephant and the fish are in the same pile. The 8th animal is a turtle. ഓക്കെ, സോ ബേബി സ്റ്റഫ് ചെയ്തിരിക്കുന്ന 8 ആനിമൽസ് ഉണ്ട്. ഗ്രൂപ്പ്സ് ഓഫ് 2 or 3 എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 3 ഗ്രൂപ്പ്സ് എടുക്കാം. 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഹി ഹാസ് സെപ്പറേറ്റഡ് മങ്കി, ലാമ ആൻഡ് ഡോഗ് ഇൻടു ഡിഫറെന്റ് പൈൽസ്. അപ്പൊ മങ്കി, ലാമയും ഡോഗും 3 പൈൽസിൽ വരും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് 3 പൈൽസ് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ സാധിച്ചത്. ഫസ്റ്റ് പൈലിനകത്ത് ഒരു ലയണും മൗസും ഉണ്ടാവും. അപ്പൊ ലയണും മൗസും കൺഫേം ആയിട്ട് ഫസ്റ്റ് പൈലിലുണ്ട്. The elephant and fish are in the same pile. അപ്പൊ എലിഫന്റും ഫിഷും സെയിം പൈലാന്ന് പറഞ്ഞു. അത് ഏത് പൈലാന്ന് നമുക്കറിയില്ല. The 8th animal is a turtle. അപ്പൊ എലിഫന്റും ഫിഷും സെയിം പൈലാണെങ്കിൽ എലിഫന്റും ഫിഷും 2 or 3 ആവാം. അപ്പൊ ഇവിടെ 2 ഉണ്ട്. പിന്നെ മങ്കി, ലാമ, ഡോഗ് സെപ്പറേറ്റഡ് ആണ്. അപ്പം മങ്കി, ലാമ, ഡോഗ്, മങ്കി, ലാമ, ഡോഗ്, മങ്കി, ലാമ, ഡോഗ്. ഇത് 3 ഏതിലെങ്കിലും ഒന്നിൽ വരും. ഓക്കെ,
അപ്പോൾ 3 സെപ്പറേറ്റിൽ വരും. സോ ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് വരയ്ക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദ ഫിഷ് ആൻഡ് ദ ലാമ ആർ ഇൻ ദ സെയിം പൈൽ. ലാമയും ഫിഷും സെയിം പൈലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, സോ അതല്ല. ദ എലിഫന്റ് ആൻഡ് ടേർട്ടിൽ ആർ ഇൻ ദ സെയിം പൈൽ, അതും നമുക്ക് പറയാൻ സാധിക്കില്ല. 3 animals may be there in the first pile, അത് നമുക്ക് പറയാൻ സാധിക്കും, കാരണം ഓൾറെഡി 2 ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരെണ്ണം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ അത് പറയാൻ സാധിക്കും. എക്സാക്ട്ലി 2 animals are there in the second pile, അത് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഇവിടെ ഈ 2 എണ്ണവും 2ലാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്നത് 3 എണ്ണമായിരിക്കും, സോ നമുക്ക് പറയാൻ സാധിക്കില്ല, സോ അതുമല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് നമ്മൾ ഫോളോ ചെയ്ത് എഴുതി വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, അതായത് എഴുതി തന്നെ നോക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇൻഫർമേഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks to complete the sentence. 70% of the planet is covered dash ocean with, from, by, of. ഏതാണ്? ഇപ്പൊ കവേർഡ് വിത്ത് അല്ലെങ്കിൽ കവേർഡ് ബൈയെ നമുക്ക് വരുള്ളൂ. അപ്പോ ഒന്നുകിൽ ഇത് വിത്ത് അല്ലെങ്കിൽ ബൈ. പക്ഷെ വിത്തിന്റെയും ബൈയുടെയും വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കവർ ചെയ്യും, പിന്നെ ആ കവർ ചെയ്ത പോർഷൻ വിസിബിൾ ആയിരിക്കില്ല. പക്ഷെ പ്ലാനറ്റിലെ ഓഷൻ കവേർഡ് ആണെങ്കിലും പ്ലാനറ്റ് വിസിബിൾ ആണല്ലോ, ആണ്. സോ അങ്ങനെ വരുവാണെങ്കിൽ വിത്തേ വരുള്ളൂ. ബൈ എന്ന് പറയുന്ന സാധനം കവേർഡിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കവർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിലായിരിക്കും മറ്റേ സാധനം, പക്ഷെ ഇത് പുറത്തും ഈ സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് വിത്തിന്റെ ഒപ്പം പോവാം. സോ ദാറ്റ് ഇസ് വൈ 70% of the planet is covered with ocean. Okay, so that is the answer. Now, next question. Read the following information and answer the question based on it. The medicines would not work. The medical staff had already deprioritized visits to this room filled with patients. These were ones with high mortality chances. They had many other pre-existing conditions that were affected by this virus strain. The relatives had been told not to come or visit. The morale was low in the room. It was all a waiting game. Caring for these patients was physically taxing and emotionally draining, but the nurses would not give up. സോ ഇതാണ് ഇൻഫർമേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പേഷ്യൻസ് വെയർ റൂംഡ് ടുഗെദർ ബേസ്ഡ് ഓൺ ദെയർ സർവൈവൽ ചാൻസസ്. ദീസ് വെയർ വിത്ത് ഹൈ മോർട്ടാലിറ്റി ചാൻസസ് ആണ്, സർവൈവൽ ചാൻസസ് അല്ല. The people with comorbidities were not given adequate care by the hospital. അങ്ങനെ പറയാൻ സാധിക്കില്ല, കാരണം കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാരെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിരിക്കുന്നത്, അതുപോലെ ഇതിന്റെ മെൻഷൻ ഇതിനകത്തില്ല. സോ ദാറ്റ് ഇസ് റോങ്. All patients would die soon. All patients would die soon. All patients would die soon എന്ന് പറയുന്നത് അല്ല. And the ones who had caught the virus were likely to die അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം തെറ്റായിട്ട് കിട്ടി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. The patients were roomed together based on the survival chances, mortality chances അവർ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും. So that is why option A is right answer. Okay, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ബിയും സിയും നോട്ട് മെൻഷൻഡ് ആണ്. ഓക്കെ, ബിയും സിയും നോട്ട് മെൻഷൻഡ് ആണ്. പിന്നെ ദ വൺസ് ഹു ഹാഡ് കോട്ട് ദ വൈറസ് വെർ ലൈക്ലി ടു ഡൈ അത് പറയുന്നുണ്ട്, പക്ഷെ ലൈക്ക് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും, കാരണം അത് എവിഡൻലി പറയുന്നില്ല. ഓക്കെ, സോ the patients were roomed together based on their survival chances. അതെ, ഹൈ മോർട്ടാലിറ്റി ചാൻസസ് ഉള്ളവരെയാണ് ഒരു ഗ്രൂപ്പിലേക്ക് ആക്കിയിരിക്കുന്നത്. സോ അത് തന്നെയാണ് ആൻസർ. യെസ്, സോ ഇത് ജസ്റ്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, ഓക്കെ, then we have come to the end of this session. So TISSNET 2023 ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ടിസ്നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു സീരീസ് മുടങ്ങാതെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആൻഡ് നിങ്ങൾ അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. സോ അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ നമ്മുടെ CUETയുടെ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന UG+ എന്ന പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. UG+ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലൈക്ക് കിഡിലൻ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് PG പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്.
CUET PGയിലെ 18 കോഴ്സസും IIT ജാമിൻ്റെ 5 കോഴ്സസും അതുപോലെ TISSNET CMAT ഇതുപോലുള്ള എല്ലാ കോഴ്സസിൻ്റെയും കോച്ചിങ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അലുമിനി ഫ്രം IITs, IIMs, JNU, DU ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ISERS എക്സെട്ര. സോ അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റുകൾ, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഡെഡിക്കേറ്റഡ് മെൻറ്റർ സപ്പോർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ അതുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളിത് എല്ലാവരുടെ വേർഡ് സ്പ്രെഡ് ചെയ്യുക. ഇതുപോലൊരു സീരീസ് നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുക. സോ I'll be back with interesting series like this, and please do watch and support us, and I'll keep you posted on this. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, സോ I'll see you again in yet another video. Till then, thank you and have a nice day. Hello everyone, welcome to TISSNET 2023 English Proficiency session. അപ്പോൾ നമ്മൾ TISSNET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെഷൻ കണ്ടിട്ടില്ലാത്തവർ ആ ഫസ്റ്റ് സെഷൻ പോയി കാണേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ UG+ൻ്റെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് UG+ൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻഡ് വരെ വെയിറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീമുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. റൈറ്റ്, identify the correct order of the following sentences to make a coherent paragraph. The lead sentence has been given. Okay, so സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിനെ പാരഗ്രാഫായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് അവർ തന്നിട്ടുണ്ട്. The workers needed their concerns addressed immediately and would not budge. Workers needed their concerns addressed immediately. Workers അവരുടെ കൺസേൺ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യപ്പെടാൻ വേണം. And they would not budge. Would not budge എന്ന് പറഞ്ഞാൽ they would not move. A, the management was reluctant to capitulate since this would mean a sharp decline in the share market. The workers, in fact, had been agitating for safety measures for a long time. The workers were at fault, they felt. The number of accidents in the factory had, however, risen disproportionately in the last few months. The accidents were a concern, and if the trend continued, would pose problems, but there had been no deaths. Okay. സോ വർക്കേഴ്സ് നീഡഡ് ദ കൺസേൺ അഡ്രസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് വുഡ് നോട്ട് ബഡ്ജ്. അവർ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതിനെ കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത സെന്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വർക്കേഴ്സിനെ പറ്റി പറയുന്നത് തന്നെ ഒരു സെന്റൻസ് ആയിരിക്കും. സോ BO CO ആയിരിക്കും. ഓക്കെ, സോ ദ വർക്കേഴ്സ് ഇൻ ഫാക്ട് ഹാഡ് ബീൻ അജിറ്റേറ്റിംഗ് ഫോർ സേഫ്റ്റി മെഷേഴ്സ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ എന്തിനാണ് അവർ അജിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം Bയിലാണ് പറയുന്നത്. ആൻഡ് അത് ഉടനെ തന്നെ വന്നു. ആൻഡ് നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ Bയിൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. BACDEയും BEADCയും. സോ അടുത്ത E ആണോ A ആണോ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് A പറയുന്നത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കാണില്ല. സോ അതുകൊണ്ട് തന്നെ E വരുള്ളൂ. സോ BE ആണ്. The workers needed their concerns addressed immediately and would not budge. The workers, in fact, had been agitating for safety measures for a long time. The accidents were a concern, and if the trend continued, would pose problems, but there had been no deaths. Then A ആണ് വരുന്നത്. The management was reluctant to capitulate since this would mean a sharp decline in the share market. അത് കഴിഞ്ഞാൽ number of accidents in the factory had, however, risen disproportionately in the last few months, and workers വിചാരിക്കുന്നത് they are at fault. They felt. Okay, so BEADC. ബാക്കി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. BEADC ആണ്. B വെച്ചിട്ടുള്ളത് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത E ആണോ A ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കുക. സോ ഓപ്ഷൻ A is the right answer. Next question, fill in the blanks to complete the sentence. Complete ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. He confided dash her and relied dash her for keeping his secret. In, on, off, upon, off, on, to, upon.
കൺഫൈഡഡിന്റെ കൂടെ ഇൻ ആണ് വരാൻ ചാൻസ് ഉള്ളത് ആൻഡ് റിലൈഡിന്റെ കൂടെ ഓണേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എ ആണ് ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഓപ്ഷൻസ് ഇതിനകത്ത് ഇട്ട് നോക്കി പരിശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ഹി കൺഫൈഡഡ് ഓഫ് ഹർ, ഹി കൺഫൈഡഡ് ടു ഹർ, ആൻഡ് റിലൈഡ് അപ്പോൺ, റിലൈഡ് ഓൺ, റിലൈഡ് അപ്പോൺ. അപ്പൊ ഇതിൽ ഏത് വരും എന്നുള്ളത്? ഓണേ വരുള്ളൂ റിലൈഡിന്റെ കൂടെ, കൺഫൈഡഡിന്റെ കൂടെ ഇൻ ആണ് വരുന്നത്. ഓക്കെ, സോ കൺഫൈഡഡ് ഇൻ ഹർ ആൻഡ് റിലൈഡ് ഓൺ ഹർ ഫോർ കീപ്പിംഗ് ഹിസ് സീക്രട്ട്. ദാറ്റ് ഇസ് ദി ആൻസർ. Next question, select the odd one out. Refulgent, dazzling, incandescent, ingenious. Refulgent, dazzling, incandescent, ingenious. ഇതിൽ ഏതാണ് odd one out എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ മൂന്നെണ്ണവും മീൻസ് ഷൈനിങ് ബ്രൈറ്റ്ലി. ഇൻജീനിയസ് എന്ന് പറഞ്ഞാൽ ക്ലെവർ എന്നാണ് അർത്ഥം. സോ അത് മാത്രമാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Next question, in an age dash technology can solve so many problems, is the human element still needed? Fill in the blanks to complete the sentence. In an age of technology, in an age when technology, in an age where technology, in an age as technology. എന്തായിരിക്കും വരിക? ഒരു ഏജിനെ പറ്റിയാണ് പറയുന്നത്, സമയത്തിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ ആൻ ഏജ് വെൻ ടെക്നോളജി ക്യാൻ സോൾവ് സോ മെനി പ്രോബ്ലംസ്, ഈസ് ദ ഹ്യൂമൻ എലമെന്റ് സ്റ്റിൽ നീഡഡ്? ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ആണ്. ഇതിനകത്ത് ഒന്നും തന്നിട്ടില്ല, 5 സെന്റൻസസും ജംബിൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദ മാസീവ് ഡിജിറ്റൽ ഡിവൈഡ് ഇൻ എഡ്യൂക്കേഷൻ മീൻസ് ഗ്രേറ്റ് ഹിൻഡറൻസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദി അണ്ടർ ഡെവലപ്ഡ് വേൾഡ്, since they won't be capable of inventing new technologies and conducting researches aimed at promoting the living standards of inhabitants. Also, the developing countries seek more donations to bridge the digital divide. By acquiring knowledge, one gets capacitated to face life situations and provide solutions in promoting the development of a country. Furthermore, the digital divide in education continues the dependence syndrome. One will subscribe to unproven ideologies since they lack a mechanism of creating or scrutinizing. Then, education should be liberating and is seen as a standardizing factor in life. ഇതിൽ ഡിയും ബിയും ഒരിക്കലും വരില്ല, ആൻഡ് അത് വെച്ചിട്ട് ഓപ്ഷൻസ് ഇല്ല. എയും സിയും ഇയും ആണ് വരുന്നത്. ഓക്കെ, എയും സിയും ഇയും. അതിൽ ഏതാ വരേണ്ടത്? എ ആണോ, ഇ ആണോ, സി ആണോ? ബൈ അക്വയറിംഗ് നോളജ് വൺ ഗെറ്റ്സ് ക്യാപിറ്റലേറ്റഡ്, ഒരു രണ്ടാമത്തെ സെന്റൻസിന്റെ ടോൺ ആണ് കിട്ടുന്നത്. സോ സി വരില്ല. ഇ ഓർ എ? ഡിജിറ്റൽ ഡിവൈഡ് ഇൻ എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. സോ അതിന് മുന്നേ എഡ്യൂക്കേഷനെ പറ്റി പറയണം. അതുകൊണ്ട് തന്നെ ഇ ആയിരിക്കും വരുന്നത്. ഇ, ദെൻ ബൈ അക്വയറിംഗ് നോളജ് സി, എ, ഇ സി എ വരുന്നത്. ഇ സി എ ഡി ബി, ECA then DB. Furthermore, so ECA DB ആണ് വരുന്നത്. ജസ്റ്റ് ആദ്യത്തെ സെന്റൻസ് ഏതാന്ന് നോക്കുക, രണ്ടാമത്തെ സെന്റൻസ് നോക്കുക, ബാക്കി ഓർഡർ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. സോ അത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, then which word from the given options is most similar in meaning to the word in capitals when used as an adjective? Adjective ആയിട്ട് ഉപയോഗിക്കുമ്പോൾ intimate എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് വരുന്നത് ഏത് വാക്കാണ്? Divulge, proclaim, inform, personal. Intimate എന്ന് പറഞ്ഞാൽ adjective ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏതാ വരിക? Personal. Personal. Personal is the answer. Then identify the correct order of the following sentence. Okay. Today we believe it is not only the obligation but the right of the parent to raise his or her own children. Starting sentence. Social scientists today still do not agree on who the ideal parent really is. This thought was echoed in Gulliver's Travels when the Lilliputians took the child away at 20 months and had government agencies take over. It seems strange that no general consensus had yet been arrived at after thousands of years, considering this most basic of responsibilities. However, 2400 years ago, the great philosopher Plato argued that it was too important to leave up to parents. They often see no real difference in biological parents, nannies, grandparents, uncles and aunts, divorced parents and gay parents as far as their effectiveness is concerned. ഓക്കെ, സോ ഇതിനകത്ത് വളരെ ചുരുക്കം സെന്റൻസസ് മാത്രമേ
സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പോലെ വരുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഓൾറെഡി സ്റ്റാർട്ടിങ് സെന്റൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത സെന്റൻസ് ഏതാന്ന് നോക്കാം. സോറി, എ ബി സി ഡി 3 കൊടുത്തിട്ടുണ്ട്, ഐ മീൻ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ടുഡേ വി ബിലീവ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദി ഒബ്ലിഗേഷൻ ബട്ട് ദ റൈറ്റ് ഓഫ് ദ പേരന്റ് ടു റൈസ് ഹിസ് ഓർ ഓൺ ചിൽഡ്രൻ. അതിൽ എ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിനകത്ത് ഐഡിയൽ പേരന്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ബി വരാൻ ചാൻസ് ഇല്ല, സി വരാൻ ചാൻസ് ഇല്ല, ഡി വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീവ് അപ് ടു പേരൻസ്. സോ ഡി ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ട് എയിനെക്കാട്ടിലും. സോ ഡി വരാൻ ചാൻസ് ഉണ്ട്. ഡി. അത് കഴിഞ്ഞിട്ട് ആ തോട്ട് സംസാരിക്കുന്ന ഏതിലാണ്? ലീവ് അപ് ടു പാരൻസ് ഗളിവേഴ്സ് ട്രാവൽസിലാണ് സംസാരിക്കുന്നത്. സോ ഡി ബി. ദെൻ എ സോഷ്യൽ സയൻറ്റിസ്റ്റ്, കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഡി ബി കഴിഞ്ഞാൽ എ ഇ സി മാത്രമേ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ആൻസർ ഇസ് ഡി ബി എ ഇ സി. ഡി ബി എ ഇ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഓരോ ക്ലൂ വെച്ചിട്ട് ഫസ്റ്റ് സെന്റൻസ് ഏതാണ്, സെക്കൻഡ് സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ fill in the blanks to complete the sentence. There was no other way out of the dash than to fake it. Squabble, dispute, conundrum, clause. To fake it എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് ആ ഒരു പേഴ്സൺ ഒരു കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീസ് ഇൻ എ വിയേർഡ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ വിച്ച് ഹി ഹാസ് ടു ഫേക്ക് സംതിങ്, ഓക്കെ, ടു എസ്കേപ്പ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൊനൻഡ്രം എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കൊനൻഡ്രം, സംതിങ് ഹാസ് ടു ബി ഫേക്ഡ് ടു എസ്കേപ്പ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൊനൻഡ്രം. ദെർ വാസ് നോ അതർ വേ ഔട്ട് ഓഫ് ദ കൊനൻഡ്രം ദാൻ ടു ഫേക്ക് ഇറ്റ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനെ നമ്മൾ കൊനൻഡ്രം എന്നാണ് പറയുന്നത്. Then select the antonym of the given word, underlined word. The tracks were concealed by the snow, uncovered, dissembled, disarrayed, surrounded. Concealed means moodi vekka, uncovered is the opposite. That is the answer. Spot the error. The media was wrong regarding the assumptions made about by the accused. Underline ചെയ്തിട്ടുണ്ട്. The assumptions made was wrong about the accused. No error. The media was in the wrong ne parayullu. Was wrong nu parayilla ട്ടോ. Was in the wrong. So option B is the right answer. Okay. So we have come to the end of today's discussion of TISSNET 2022 question paper. So ഇത് present ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ UG Plus ആണ്. UG Plus എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം PG CU, അതായത് PG എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CUET PGയിൽ തന്നെ നമ്മൾ 18 കോഴ്സസോളവും IIT JAM 5 കോഴ്സസോളവും പിന്നെ KMAT, TISSNET, CMAT എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി അലുമിനി ഫ്രം വേരിയസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് IITs ആൻഡ് IIMs ഫ്രം ഇന്ത്യ. ആൻഡ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ക്ലാസ്സസ് ബൈ എക്സ്പെർട്ട് ഫാക്കൽറ്റി, വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, സ്ലൈഡ് ഔട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ആണ്. സോ PG പഠനം ഇന്ത്യയിലെ കിടിലൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ Prepwise UG Plus ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നമ്മുടെ ടീമായിട്ട് കണക്ട് ചെയ്താൽ മതിയാവും. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് യെറ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. സോ stay tuned for more videos like this and please subscribe the channel and press the bell icon. So ഇതിന്റെ ബാക്കി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും, മിസ് ചെയ്യാതെ വാച്ച് ചെയ്യുക. താങ്ക് യു. ഹലോ എവ്രി വൺ, വെൽക്കം ടു UG Plus. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് TISSNET 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ്. ആൻഡ് ഓൾറെഡി നമ്മൾ സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 എണ്ണം. ഇത് 3ാമത്തെ സെഷൻ ആണ്. അപ്പോൾ മുന്നത്തെ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി അത് കാണണം കേട്ടോ. സോ TISSNET 2023ലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. സോ എല്ലാവരും അത് മുടങ്ങാതെ കാണുക. ആൻഡ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പാസേജ് ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് ഈച്ച് വെച്ചിട്ടുള്ള 2 പാസേജ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പാസേജ് വായിക്കാം
ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്തിട്ട് പാസേജ് ഒന്നുകൂടെ വായിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ read the following passage carefully and answer the questions that follow. The COVID-19 pandemic will have significant financial implications for most communities around the world. We now have a global opportunity to declare war on climate change and to link our efforts to sustainable growth. Take the aviation industry as an example. For historic reasons, international air travel, along with the maritime industry, has not been part of government-led international emission reduction agreements such as the First Earth Summit in Rio in 1992 and the Paris Agreement. Efforts are being made to change this through the International Civil Aviation Organization, and hopefully the industry's targets will align with the Paris Agreement. However, the efforts by the aviation sector to reduce emissions are still largely voluntary despite good intentions from the industry. And now, with the industry grounded, some airlines have at least temporarily reduced their capacity by as much as 85%. There is an opportunity for governments and airlines to cooperate on the projects that might change the industry and to explore a world beyond what they could have imagined before the coronavirus. We need to link financial aid packages with requirements for the development of zero-emission flights that, for instance, are powered sustainably by electrofuels, for example, over time. The key to regulating well is not to decide on the type of fuel or design we want by law, but to make financial support and legislation conditional on the required amount of emissions reductions or other such long-term goals that tie into a cleaner and healthier world. And we should be sure to make our response both design and technology agnostic, and any relevant law or policy should set goals and then allow designers and engineers to create the innovations that will make a difference. Financial stimuli across all sectors and industries must be purposed with creating a better world, one in which shareholder value isn't the only driver. Rescue measures should come with conditions attached. The French government's bailout of Air France is a good example. The rescue must be designed in such a way as to serve both public and planetary interests over the long term. Stimuli should be designed to reward value creation instead of value extraction by encouraging investment in sustainable growth and the reduction of carbon footprints. We must invest in design-led innovation so that the return on public investment is for the greater good. Design innovation is already pushing boundaries in some sectors without stimuli, with an added benefit for the planet. Just look at how social distancing policies have sparked a virtual revolution already. International companies are starting to step up the use of online meetings and collaboration. If we make it a part of our long-term work culture, we may in the future save ourselves many unnecessary day trips by plane. So that is the passage. Aviation industry ne pattittulla passage aanu. Namukku nokkam. Questions. Which of the following is the author's belief about the airline industry? Voluntary actions are quite effective in combating climate change. Value extraction will best aid sustainable growth. The role of the government is more important than private players. Without financial aid, climate change measures will not be implemented. So voluntary actions are quite effective in combating climate change എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് വോളണ്ടറി എന്നൊക്കെ സ്റ്റിൽ ലാർജ്ലി വോളണ്ടറി എഫക്ട്സ് പോരാ എന്ന് പറയുന്നുണ്ട്. സോ അതല്ല. ദെൻ വാല്യൂ എക്സ്ട്രാക്ഷൻ വിൽ ബി സസ്റ്റൈനബിൾ വിൽ എയ്ഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർത്ത് പാരഗ്രാഫിൽ ദാറ്റ് value creation instead of value extraction will help in sustainable growth എന്നുള്ള കാര്യം. സോ അതും അല്ല. The role of government is more important than private players. ഇതിനെപ്പറ്റി മെൻഷനേ ഇല്ല.
സോ ഇത് രണ്ടും അല്ല. വിതൗട്ട് ഫൈനാൻഷ്യൽ എയ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് മെഷേഴ്സ് വിൽ നോട്ട് ബി ഇംപ്ലിമെന്റഡ്. ഇത് 3rd and 4th പാരഗ്രാഫിൽ ഓൾറെഡി പറയുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഓതേഴ്സ് ബിലീഫ് അബൌട്ട് ദി എയർലൈൻ ഇൻഡസ്ട്രി. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നാം, കാരണം നിങ്ങൾക്ക് ആ ഒരു പാസേജ് മൈൻഡിൽ കിട്ടാത്തതുകൊണ്ടാണ്. സോ ശ്രദ്ധിച്ച് ഒരു തവണയും കൂടെ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ മൈൻഡിൽ വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ആൻസർ. Next question, why does the author mention social distancing policies? എന്തിനാണ് social distancing policies mention ചെയ്തിരിക്കുന്നത്? To indicate how social distancing have affected the travel sector, to exemplify the impact of design thinking, to argue for the use of design thinking in aviation sector, to explain how designers may save the planet. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ഇന്നോവേഷൻ ഇസ് ഓൾറെഡി പുഷിംഗ് ബൗണ്ടറീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹൗ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പോളിസീസ് ഹാവ് സ്പാർക്ഡ് എ വെർച്വൽ റെവല്യൂഷൻ. ഓൾറെഡി ഇന്റർനാഷണൽ കമ്പനീസ് ആർ സ്റ്റാർട്ടിംഗ് ടു സ്റ്റെപ്പ് അപ്പ് ദി യൂസ് ഓഫ് ഓൺലൈൻ മീറ്റിംഗ്സ് ആൻഡ് കൊളാബറേഷൻസ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദി ആൻസർ, ടു ആർഗ്യൂ ഫോർ ദി യൂസ് ഓഫ് ഡിസൈൻ തിങ്കിങ് ഇൻ ദി ഏവിയേഷൻ ഇൻഡസ്ട്രി. അതിനാണ് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പോളിസീസിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഓക്കെ. Next question, which of the following does not reflect the author's perspective? Authorന്റെ പെർസ്പെക്റ്റീവിനെ റിഫ്ലക്റ്റ് ചെയ്യാത്തത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? The reduction in emissions in the airline industry will need incentivization. Design thinking is useful to solve multiple problems. The coronavirus pandemic is a blessing. Policy need to set goals. Okay. ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഓതറിന്റെ പെർസ്പെക്റ്റീവ് അല്ലാത്തത്. കൊറോണ വൈറസ് പാൻഡമിക് ഈസ് എ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇതിൽ നോട്ട് മെൻഷൻഡ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ദാറ്റ് ഇസ് ദി ആൻസർ. ബാക്കി എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആൻസർ. റിഡക്ഷൻ ഇൻ എമിഷൻസ് ഇൻ എയർലൈൻ ഇൻഡസ്ട്രി 3rd and 4th പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഡിസൈൻ തിങ്കിങ്ങിനെ പറ്റിയിട്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മളിപ്പോൾ കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ആൻഡ് 3rd പാരഗ്രാഫിൽ പോളിസി നീഡ് ടു സെറ്റ് ഗോൾസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഇതെല്ലാം പറയുന്നുണ്ട്. മെൻഷൻ ചെയ്യാത്ത ഒരെണ്ണം ദ കൊറോണ വൈറസ് പാൻഡമിക് ഇസ് എ ബ്ലെസ്സിങ് എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് സിമിലർ ടു ദ റെസ്ക്യൂ ഓപ്പറേഷൻ മെൻഷൻഡ് ഇൻ ദ പാസേജ്? Virgin Atlantic's bid to ask support was rejected by the UK Treasury since the bid did not meet the criteria. Howard Hughes' purchase of Transworld Airlines, an American airline, to expand operations to Europe, Middle East and Asia. Tata Group's bid to purchase of Air India, a public sector airline, to expand market share. Singapore Airlines' stake in Virgin Australia Airlines to counter competition. നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, rescue measures should come up with conditions attached. The French government's bailout of Air France is a good example. Air Franceന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Sorry. And therefore option A is the answer. Air Franceന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. Virgin Atlantic. Okay. Atlantic's bid to ask support was rejected by the UK Treasury since the bid did not meet the criteria. അതാണ് answer. Then next question, which of the following is the purpose of the passage? To illustrate the purpose of design thinking, to demonstrate the changes brought about in aviation industry, to argue for climate change practices globally, to highlight what practices in aviation industry need to change. ഏവിയേഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. സോ അതിൽ കുറച്ചുകൂടെ യോജിക്കുന്നത് ഇതാണ്, കാരണം അതിന്റെ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ ചേഞ്ച് വരണം എന്നുള്ള രീതിയിൽ. സോ ടു ഹൈലൈറ്റ് വാട്ട് പ്രാക്ടീസസ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രി നീഡ് ടു ചേഞ്ച് ആണ് the purpose of this passage. Okay, so that is about the first passage. ഇനി second passage നമുക്ക് നോക്കാം. Read the following passage carefully and answer the questions that follow. At its highest level, Push Hands inspires images of Jedi contests between Yoda and Obi-Wan Kenobi. At its worst, it looks more like bad sumo wrestling between two drunks. Too often, it resembles the latter. Push Hands involves two people, usually in a similar weight class, who stand opposite each other with their hands on each other's arms. Each uses both his and his opponent's energy to force his opponent to lose his stance or fall over. It is a two-person exercise designed to develop the skills of the Chinese internal martial art of Tai Chi Chuan. Why is Tai Chi considered an internal martial art? Like the fictional Star Wars characters whose skills depends on mastering the Force, the internal martial
artist cultivates and directs internal energy called chi. The use of muscular force also actually interrupts the circulation of this energy. Push hands therefore uses the least amount of physical force to produce the biggest effect. It sounds paradoxical that you can become stronger by relaxing your muscles, but it is easily demonstrated by someone who has trained in Tai Chi Chuan. The hard part is letting go of the security blanket of muscular tension that you have carried with you since infancy. Even when we see a petite woman easily pushing two large strong men, our minds are unconvinced. It is such an improbable event that we need to rationalize it some way. That's where push hands comes in. At its simplest, the game is to keep my balance and make you lose yours. Losing your balance, even the threat of losing your balance, provokes a primitive stress response that causes you to tense your muscles as a form of protection. Tension comes from muscles in conflict. We get in our own way. Push hands helps us overcome that primitive fearful tightening and replace it with something much more effective. At its best, push hands is done with seemingly effortless grace, like walking a tightrope or diving from a high board. It allows us to overcome our fears, to perform more calmly and effectively in anything we choose. Push hands comes very close to being the national pastime of China, in that a very high percentage of its people has engaged in it over the years. So push hands നെ പറ്റിയിട്ടാണ് പറയുന്നത്. Now, why does the author refer to the force from Star Wars? The reason is that the practitioners use primitive stress response, balance, raw strength, internal energy. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫിക്ഷണൽ സ്റ്റാർ വാർസുകാർ ഫോഴ്സ് യൂസ് ചെയ്യുന്ന പോലെ ഇന്റേണൽ എനർജി കോൾഡ് chi ആണ് അവർ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Next question. The trick in push hands is to create muscular tension, release the tension in your body, push harder than your opponent, provoke a primitive stress response. ടെൻഷൻ റിലീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. Muscular tension, that the hard part is letting go of the blanket of muscular tension that you have created since infancy. So that is the answer. Next question. Why is Tai Chi considered an internal martial art? It is closer to meditation than battle. It uses energy rather than strength to produce its effect. It is more graceful than most martial arts. It cannot be used in actual combat. It uses energy. Internal energy ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So that is the answer. Okay. കണ്ടോ, ഇത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. Which of the following shows the purpose of this passage? To show how Tai Chi is an internal martial art, to describe the Tai Chi exercise called push hands, to show the importance of balance, to indicate differences between various martial arts. നമ്മൾ Tai Chi എക്സസൈസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ എക്സസൈസിൻ്റെ പുഷ് ഹാൻഡ്സിനെ പറ്റിയിട്ടാണ് ഈ പാസേജ് ഉള്ളത്. സോ ദാറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് പാസേജ്. Now, next question. Which of the following are indicated as main components of push hands? Force and flexibility, balance and energy, focus and balance, focus and energy. Maintain your balance and break your opponent എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So that is why balance and energy. ബാലൻസ് എനർജി അത് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, കാരണം എനർജി ആയിട്ട് അസോസിയേറ്റഡ് ആണ്, ബാലൻസും ആയിട്ട് അസോസിയേറ്റഡ് ആണ്. സോ അത് രണ്ടും മാത്രമായിരിക്കും പുഷ് ഹാൻഡ്സിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് all. We have come to the end of today's discussion, and TISSNET 2023ലേക്ക് തയ്യാറെടുക്കുന്നവരും ഈ ഒരു സീരീസ് മുടങ്ങാതെ കാണുക, ആൻഡ് ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് Prepwise UG+ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു വലിയൊരു അലുമിനി, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഒരു അലുമിനിയുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ്സസ് ബൈ എക്സ്പെർട്ട് ഫാക്കൽറ്റി, വാല്യൂ ആഡഡ് നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റുകൾ, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ആൻഡ് ഡെഡിക്കേറ്റഡ് മെൻറ്റർഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ Prepwise UG+ Kerala's #1 coaching for CUET PG, IIT JAM, TISSNET, CMAT, KMAT, etc. Okay, so I'll see you again in another video. So till then, see you. അതിന് മുന്നേ തന്നെ നിങ്ങൾ Prepwise UG+ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, and also
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഐ വിൽ ബി ബാക്ക് വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.